ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലുള്ള കൂളർ നമുക്കതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. ഇത് വേണം, ഇതാണ് നമ്മുടെ സ്പീഡ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ കച്ച. എന്നാ കാണിക്കാനോട് കുറച്ച് നീ ഇങ്ങനെ പിടിക്കുന്നു വേണ്ട. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്തിട്ടെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതിനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കൂളർ, ഇത് ഞാൻ വാങ്ങിച്ചത് 7000 സംതിങ് രൂപക്കാണ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ടുണ്ടാവും. ഇത് ബജാജ് കൂളസ്റ്റ് TC 2007 എന്നുള്ളൊരു നമ്പറിലുള്ളൊരു കൂളറാണ് വാങ്ങിച്ചത്. വാട്ടർ കൂളറാണ്. ഇതൊക്കെ വർക്കിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് തണവായ സമയത്ത് നമ്മളിത് ഉപയോഗം കുറവാണ്. പക്ഷെ ഇന്നിപ്പോൾ മഴയൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയപ്പോൾ ഉണ്ട് ഭയങ്കര സ്പീഡ് കുറവ്. അതപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ആണ് സ്പീഡ് വളരെ കുറവാണ്. ഞാൻ നിങ്ങൾക്ക് സ്പീഡ് കാണിച്ചു തരാം. ഓണാക്കും. ഇതിപ്പോൾ വർക്ക് ചെയ്യണത് സ്പീഡ് 3-ലാണ്. ഇത് 2 സ്പീഡ്, ഇതൊരു സ്പീഡ്. ഇത് ഇത് ഓണാക്കുമ്പോൾ അതിനുള്ളിൽ നിന്നൊരു സൗണ്ടൊക്കെ വരണ്ട. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാട്ടർ ഹീറ്ററിൻ്റെ കണക്ഷനാണ് ഇതിനുള്ളിൽ കൂടി വന്നേക്കണത്. അതിൻ്റെ ഒരു സൗണ്ടാണ് വരണത്. അതിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സ്പ്ലിറ്റിൻ്റെ ഇതാണ്. അത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ നോക്കാം. 1 സ്പീഡ്, 2 സ്പീഡ്, 3 സ്പീഡ്. അതെ, നമ്മളുടെ സ്പീഡ് എന്ന് പറയണത് ഈ കാണുന്ന സ്പീഡുള്ളൂ. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൻ്റെ സ്പീഡ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സ്പീഡ് നോക്കിയാൽ വേണ്ട, ഇപ്പം ഇത്രേ ഉള്ളൂ സ്പീഡ്. സംഭവം ഇത് നല്ല സ്പീഡുള്ള ഫാനായിരുന്നു. ഇത്രയും വരണുള്ളൂ കാറ്റ്. ഇതിപ്പോൾ 2 സ്പീഡിൽ, ഇതൊരു സ്പീഡിൽ. ഇത് ഓഫ്. അപ്പം 3ാമത്തെ സ്പീഡിലാണ് സ്റ്റാർട്ടിങ് തുടങ്ങണത്. 3ാമത്തെ സ്പീഡിലാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഈ കൂളറിൻ്റെ ബാക്ക് ഭാഗം. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ വേണ്ട ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഈ ഫിൽറ്റർ വലിയ പൊടിയെന്ന് പറയാനൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊരു ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഫിൽറ്റർ നിറച്ച് പൊടിയാണ്. സൂം ചെയ്ത് കാണിച്ചാൽ കിട്ടണ്ട പൊടി. കച്ചറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫിൽറ്റർ ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിനായിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കാം. അടുത്ത് അത് 2 പേര് എടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് ഊരെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഊരെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല അത്യാവശ്യം ചെളിയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഈ ഫിൽറ്റർ ഒന്ന് അയച്ചെടുക്കാം. അതിന് നമുക്കൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം തന്നെ വരും. ഒരു 4 സ്ക്രൂ ഉണ്ട് ഇവിടെ. കറക്റ്റ് പൊടിയാണല്ലോ. ഇത് വെള്ളത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ നമുക്കിത് വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യാൻ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ അഴുക്കുള്ളതിൻ്റെ പേരിൽ നമുക്ക് ഈ കവറും കൂടി ഒന്ന് അഴിക്കേണ്ടി വരും. എന്നാലേ നമുക്കത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയുള്ള കാറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ അയക്കാൻ പോകണം. അപ്പോൾ അത് കാണാം. നമുക്ക് അതിന് ഇവിടെ 6 സ്ക്രൂ ഉണ്ട്. ഈ 6 സ്ക്രൂ അയച്ചെടുക്കണം നമുക്കത്. കൂളർ വാങ്ങിക്കാൻ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യൂല. ഈ കൂളർ വാങ്ങിക്കുന്ന പൈസയും അതിൽ കൂടി കുറച്ചും കൂടി പൈസ കൂട്ടി ഒരു AC വാങ്ങിക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം ഇതുകൊണ്ട് പല ദോഷങ്ങളുണ്ട്. അപ്പം അതെല്ലാം കണ്ടിട്ട് ഇത് വാങ്ങിയാൽ മതി. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകളും നമ്മളിനി വരും.
നമുക്കിത് ഒന്ന് വെള്ളമൊക്കെ മുക്കി തുടക്കാം, എല്ലാം ക്ലീൻ ആക്കി എടുക്കാം. ഇത് കാണിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ച് കഴുകാം. കാരണം ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് ക്ലീൻ ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ ഒരു വാഷർ ഉണ്ട് വേണ്ട. ഈ വാഷർ ഊരി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, ഈ വാഷർ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ആ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ പോകും. നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. എന്താ ഹോളൊക്കെ ഓപ്പണായി നല്ല ക്ലിയറായി. അതിൻ്റെ അകത്ത് അടഞ്ഞിരുന്നിരുന്ന ഒരുവിധം കച്ചറകളൊക്കെ അതിനകത്ത് നിന്ന് പോയി കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ കറണ്ടിൻ്റെ വയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കൊന്നും വെള്ളം എത്തിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഇത്തിരി നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടി നമ്മൾ ഒരു ഉണങ്ങിയ തുണി എടുത്തിട്ട് തുടച്ചൊന്ന് ക്ലീൻ ചെയ്യണം. നല്ലതാണ്. ഒരാൾക്ക് കിട്ടുമോ? എന്നാ അങ്ങനെ എടുത്താലോ നമുക്ക്. ജിമ്മി കുഴപ്പമില്ല. മോട്ടറുണ്ട്. നിൽക്കട്ടെ. നീങ്ങുന്നു കണ്ടാ, ഇതിൻ്റെ സ്പീഡ് മാറിയതണ്ടാ. സിക്ക് വെച്ചിട്ടുണ്ടായി. ഇതിപ്പോൾ 1 കിടക്കണത്. സ്പീഡ് 2, സ്പീഡ് 3. അപ്പോൾ അതിൻ്റെ വശം